യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞത്, യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണാൻ ചന്തമുള്ളവനാണ്, കാണാൻ രസമുള്ളവനാണ്, തൊലിവെളുത്ത പഞ്ചാരക്കുട്ടനാ, നാളെ സ്വർഗത്തിന്റെ നേതാവാണ്. കാരണം എന്താണ്? കാരണം എന്താ? വലാ യസ്തഹി വമാ അമില ബിഖതിയാ വലാ ഹമ്മ ബിഖതിയാ വലാ ഹാകത ഫീ സദ്രിഹി ഇംറഅ. ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ഒരു പെണ്ണിനോട് ആഗ്രഹം പോലും ഇല്ലാത്ത, ഒരു പെണ്ണിനോട് മോഹം പോലും ഇല്ലാത്ത, ഒരു പെണ്ണിനെ മനസ്സിൽ സൂക്ഷിക്കാത്ത, ഒരു കുതന്ത്രങ്ങളുമില്ലാത്ത നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയാണ് മഹാനായ യഹ്യ. ആ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ മോഹിച്ചില്ലേ, സ്നേഹിച്ചില്ലേ? അവരെ മുഴുവനും പുറങ്കാല് കൊണ്ട് തട്ടിക്കളഞ്ഞില്ലേ? കാമുകിമാരുടെ പിന്നാലെ പോകുന്ന യുവത്വമേ, യുവത്വമേ, ന്യൂ ജനറേഷനേ, പരിശുദ്ധ ഖുർആൻ നിനക്കൊരു തെളിവാണ് ചെറുപ്പക്കാരാ. മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്നേക്കാൾ എത്രയോ സൗന്ദര്യവാനാണ്. ആ നാട്ടിലെ പൊന്നു സ്ത്രീകൾ പോലും, ആ നാട്ടിലെ ഓരോ പെണ്ണു പോലും യഹ്യ നബിയോടൊപ്പം അല്പം ഇരിക്കാൻ കൊതിച്ചിട്ടുണ്ട്, അല്പം വിശ്രമിക്കാൻ കൊതിച്ചിട്ടുണ്ട്, യഹ്യയെ ഒന്ന് സ്പർശിക്കാൻ കൊതിച്ചുപോയി. പക്ഷേ വലാ ഹാകത ഫീ സദ്രിഹി ഇംറഅ, യഹ്യ നബിയുടെ മനസ്സിൽ ഒരു പെണ്ണിനെ കുറിച്ചൊരു ചിന്ത പോലുമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആദരവായ നബി തങ്ങൾ പോലും വിളിച്ചു പറഞ്ഞില്ലേ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ ഇല്ലാ ഇബ്നതൈൽ ഖാലാ യഹ്യ ഇബ്ന സക്കരിയ വമറിയം ഇബ്നത ഇമ്രാൻ. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഇമ്രാന്റെ മകനായ ബഹുമാന ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകനായ ഈസ നബി അലൈഹിസ്സലാം, ഈ രണ്ടുപേരാണ് എൻ്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈനേക്കാൾ സ്വർഗലോകത്ത് പരിലസിക്കുന്നത്. അവരാണ് യുവാക്കളുടെ നേതാക്കൾ, അവരാണ് യുവത്വം തുളുമ്പുന്ന നേതാക്കൾ, അവരാണ് യുവതാരങ്ങളെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണ്? ഒരു പെണ്ണിനെ കുറിച്ചൊരു ചിന്ത പോലും ജീവിതത്തിൽ ഉടലെടുക്കാത്തവരായിരുന്നു മഹാനായ യഹ്യ നബിയും മഹാനായ ഈസ നബിയും. 33 വയസ്സുള്ള ഇളം പ്രായത്തിൽ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തേക്ക് അല്ലാഹു ക്ഷണിച്ചില്ലേ? ഇനി ഈ ഭൂമിയിലേക്ക് തന്നെ ബഹുമാനപ്പെട്ട ഈസ നബി ഇറങ്ങി വരികയോ, ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം 7 വർഷക്കാലം ജീവിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവരാണ് നാളെ സ്വർഗത്തിൽ നേതൃത്വം കൊടുക്കുക. അതിനുശേഷമാണ് എൻ്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവര് കഴിഞ്ഞിട്ട് എൻ്റെ പേരക്കിടാങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണായിട്ടൊരു ബന്ധമില്ല. ആ നാട്ടിലെ രാജാവ് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ നാട്ടിലെ രാജാവ് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു സുന്ദരിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ശാരീരിക ഇച്ഛയ്ക്ക് വിളിച്ചു കൊണ്ടുവന്നു. ആ പെണ്ണ് വെച്ച ഡിമാൻഡ്, യഹ്യയുമായിട്ട് ഒരു ദിവസം എനിക്ക് കിടക്കണം, അതിനെ സമ്മതിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരാം. രാജാവിനോട് പറഞ്ഞു ഒരു ദിവസം. ഞാൻ മിസ് ഇന്ത്യയെ പോലെ, അന്നത്തെ മിസ് വേൾഡ് ആയിരിക്കും അന്നത്തെ സാധനം. നമുക്കറിയാലോ ഇതെല്ലാം പൊള്ളയ സാധനം. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ മിസ്സാക്കി ഇതിനെ വേൾഡിലും ഇതിനൊക്കെ ഇന്ത്യയിലൊക്കെ ഇത്രയും വലിയ പൊക്കി പിടിക്കാനുള്ള സാധനം? അതന്നെ, തുണിയില്ലാതെ നിന്നാൽ മിസ് വേൾഡായി, തുണി എടുത്ത് നിന്നാൽ ബാഡ് വേൾഡായി, ബാഡ് വുമൺ. എൻ്റെ അർത്ഥം എൻ്റെ അർത്ഥം ഉള്ള കാക്കട്ടെ. എന്തായാലും സുന്ദരിയായൊരു പെണ്ണായിരുന്നു. ആ സുന്ദരിയായ പെണ്ണിനെ രാജാവ് ഇഷ്ടപ്പെട്ടു. രാജാവിൻ്റെ റൂമിലേക്ക് വിളിച്ചു. ആ പെണ്ണ് വെച്ച ഡിമാൻഡ്, യഹ്യ നബിയായിട്ട് ഒരു ദിവസം എനിക്ക് സൗകര്യം ഒരുക്കി തന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം കിടക്കാം. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു. യഹ്യ ഒരു ദിവസം ചെറുപ്പക്കാരനാണ്. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നടക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ദുആറുന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓരോ ചെറുപ്പക്കാർ, ന്യൂ ജനറേഷൻ, 10 ഓതുവാ ലൈനടിക്കുന്ന പെണ്ണിനെ കബൂലാക്കി കിട്ടാൻ ദുആറക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. അതിനൊരു ദുആ പറഞ്ഞുതരാം. ചെറുപ്പക്കാരനെ സമീപിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന് കിട്ടാൻ വേണ്ടി ഒരു ദുആ. അതിൻ്റെ ഒരു ദുആ കണ്ടു. എത്ര ദുആ വേണം? ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധ്യമല്ല എന്ന് പറഞ്ഞു.
സാധ്യ അല്ല എന്ന് പറഞ്ഞു. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന പെണ്ണ് പറഞ്ഞ വാക്ക് യഹ്യായെ കിട്ടിയില്ല എങ്കിൽ യഹ്യായുടെ തല അറുത്ത് ഒരു തളികയിൽ കൊണ്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ഞാൻ അങ്ങയോടൊപ്പം ക്ഷയിക്കാൻ തയ്യാറാണ്. അവസാനം യഹ്യാ നബി അങ്ങനെയാണ് തല അറുത്ത് മാറ്റിയത്. ഒരു പെണ്ണിന്റെ മുന്നിൽ സർവവും സമർപ്പിക്കാൻ തയ്യാറാകാത്ത യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന യുവകോമളൻ നബി തങ്ങൾ പറഞ്ഞ വാക്ക നല്ല മുഖ സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. ചെറുപ്പക്കാരൻ സുന്ദരക്കുട്ടൻ. ആ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലയർത്ത് തരണമെന്ന ആ കാലഘട്ടത്തിലെ സുന്ദരി പറഞ്ഞപ്പോ രാജാവ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലയറുത്തൊരു ഭക്ഷണ തലികയിൽ വെച്ചുകൊണ്ട് കൊടുത്തു. അപ്പോഴാണ് പെണ്ണ് രാജാവിനെ കീഴ്പ്പെട്ടത്. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാൽ എൻ്റെ തലയറുത്ത് കഴുത്തറുത്ത് മാറ്റിയാലും ഒരു പെണ്ണിനെ ഞാൻ മോഹിക്കുകയില്ല, അനധികൃതമായി അനാവശ്യമായി ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് ശാഠ്യം പിടിച്ചു ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് സ്വർഗത്തിൽ ഒന്നാമത്തെ സ്ഥാനം യുവാക്കളിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. നടക്കോ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ? നമ്മൾ കഴുത്തറക്കാനും പോവില്ല, ഒന്നും ഇറക്കാനും പോവില്ല. എന്താ വേണം, രാജാവ് ഒന്ന് നിർബന്ധിക്കണം. രാജാവ് രഹസ്യമായിട്ട് വേണമെങ്കിൽ പൈസ തരാം എന്നെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ നമ്മൾ പറയാം, നിർബന്ധിക്കണം അതിന് വേണ്ടിയിട്ട്. നമ്മൾ മുസ്ലിയാരായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പേടിച്ചങ്ങനെ ചെയ്താണെങ്കിലും പറയാമല്ലോ. നഊദു ബില്ലാഹ്, അല്ലാഹു ഫിത്ന ഫസാദി എന്ന് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ സ്വർഗത്തിൻ്റെ യുവനിരയിൽ നമ്പർ 1. സഹോദരിമാരെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖദീജ ബീവി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? സലീഖ ബീവി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ആ സലീഖ ബീവിയിൽ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഖാല മഅദല്ലാഹ്, അല്ലാഹ് ഞാൻ പേടിക്കുന്നു പെണ്ണേ, സലീഖ എന്നെ തൊട്ടുപോകരുത്, ഞാൻ അല്ലാഹയെ പേടിക്കുന്നു. എന്താ وراودته التي هو في بيتها وغلقت الأبواب وقالت هيت لك. കഥയൊക്കെ അടച്ചിട്ട് സലീഖ വിളിച്ച് യൂസുഫേ വാ. മര്യാദയ്ക്ക് കഥവ് തുറന്നു ഓടി അങ്ങോട്ടും ഇങ്ങോട്ട് യൂസുഫ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അത്തോട്ടോടി ഇങ്ങോട്ടോടി കഥ തുറക്കാൻ നോക്കുന്നു. അവിടെ ഓടി ഇവിടെ ഓടി പിടിയും വലിയും ബഹളവും ഒക്കെ ഒപ്പാരെ. قال معاذ الله قال معاذ الله إنه ربي أحسن مثواي. എടി പെണ്ണേ, എനിക്ക് അല്ലാഹു ഒരു നല്ല ജീവിതം നൽകിയിട്ടുണ്ട്, അതിനെ തകർക്കരുതേ, നശിപ്പിക്കരുതേ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സലീഖയെ അവിടെ പരാജയപ്പെടുത്തി. ഓടി അസ്തബഖൽ ബാബ്, വാതിൽ വരെ ഓടി, പുറകെ കയറി പിടിച്ചു, ഉടുപ്പ് കീറിപ്പോയി. ചരിത്രമൊക്കെ അറിയാമല്ലോ. അവിടെ യൂസുഫ് നബിയാണ് വിജയിച്ചത്, പെണ്ണ് തോറ്റുപോയി. ചെറുപ്പക്കാർക്കൊരു ഉദാഹരണമാണ്. ഇനി ചെറുപ്പക്കാർക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം ഒരുപാടുണ്ട്. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി 4 ഖുതൂത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഭൂമിയിൽ 4 വര വരയ്ക്കുകയാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മാ ഹാദാ, നിങ്ങൾക്കറിയോ സഹാബ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല നബിയേ. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ്. സ്വർഗ്ഗനിരകളിൽ ഒന്നാമത്തെ സ്ത്രീരത്നങ്ങളിലെ നേതാവാണ് ഖുവൈലിദിന്റെ മകൾ ബീവി ഖദീജ. അത് എന്റെ പ്രിയങ്കരിയാണ്, എന്റെ തരുണിയാണ്, എന്റെ സഹധർമ്മിണിയാണ്. സ്വർഗത്തിൽ ഒന്നാമത്തെ സ്ഥാനം പെണ്ണുങ്ങളിൽ ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ സ്ഥാനം ആസിയത്തു ബിൻതു മുസാഹിം ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവിക്കാണ്. രണ്ടാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു. അത് കാരണങ്ങളുണ്ട്, പറയാൻ സമയമില്ല, കാരണങ്ങളുണ്ട്. മൂന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മറിയം ഇബ്നത്തു ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയമാണ്, മറിയമാണ്.
നാലാമത്തെ വരെ എന്താന്ന് ചോദിക്കണ്ട. ഫാത്തിമത്തു ബിന്തു മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ ബീവിയാണ്. ഈ 4 പേരുടെ അർത്ഥം അത് തന്നെയാണ്. നമ്മുടെ വിഷയം മൂന്നാമത്തെ വര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത്തെ പെണ്ണ് സ്വർഗത്തിലാണ്. സ്വർഗ സ്ത്രീയുടെ നേതാക്കളുടെ നിരയിൽ, മുൻനിരയിൽ ബാനർ പിടിച്ചു നിൽക്കുന്നവളാണ് മറിയം ബീവി. മറിയം ബീവി, മറിയം ബീവി. കരുമക്കാട്ട മറിയം ബീവി, എറണാകുളത്തെ മറിയം ബീവി അല്ല കേട്ടോ. ആ മറിയം ബീവി പോയി പൊങ്ങാൻ നിൽക്കുകയൊന്നും വേണ്ട. മറിയം അബ്നത്തെ ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം, ഇമ്രാന്റെ മകൾ മറിയം. ഇനി വാപ്പാടെ പേര് ഇമ്രാൻ ആയത് ഒക്കെ ഒരു മറിയോന്ന് പേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമ്രാൻ എന്ന പ്രവാചകന്റെ മകൾ മറിയം ബീവി. മറിയം ബീവിയെ ആരും സ്പർശിച്ചിട്ടില്ല, ആരും തൊട്ടിട്ടില്ല. ലൈനടിക്കാൻ ഒരാൾ വന്നു, ലൈനടിക്കാൻ ഒരാൾ വന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ പോലെ അന്നുകൊണ്ട് സംഭവം. ലൈനടി സ്വർഗം പോലെ തുടങ്ങിയ പരിപാടി ലൈനടി. അതിന് ചരിത്രം പറയുകയാണെങ്കിൽ ഇനി 1 മണിക്കൂറോടെ കാണാം. അത് വേണ്ട. അപ്പം നാളെ വയസ്സന്മാർ ലൈനടിക്കാൻ തുടങ്ങും, സുന്നത്തല്ലേ എന്ന് ഓർത്തിട്ട്. അത് വേണ്ട. അപ്പം സംഭവം പോട്ടെ. എന്തെങ്കിലും എല്ലാത്തിനും ഒരു തെളിവില്ലാതെ ഇതൊന്നും നടക്കുമല്ലോ സംഭവം. ഇതൊക്കെ പണ്ടേ ഉണ്ടല്ലോ. മദീനയിൽ വെച്ച് 2 ലൈനടി ഉണ്ടായിരുന്നു. മക്കയിൽ വെച്ച് ഒരാണും പെണ്ണും കൂടെ സഹാബാക്കൾ 2 പേര് ലൈനടിച്ചപ്പോഴാണ് പെണ്ണ് പറഞ്ഞു, കാമുകനോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ നാളെ മദീനയ്ക്ക് പോകുന്നു, നീ വണ്ടി കയറി മദീനയിൽ വരണം കേട്ടോ, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ട കല്യാണം കഴിക്കാട്ടോ. ഇവിടെ പറയുന്നല്ലേ കാമുകന്മാർ പറയുന്നത് കല്യാണ വീട്ടിൽ വരണം, നാളെ ഞങ്ങൾ അവിടെ കാണും, നീ ഒരു കല്യാണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരണം കേട്ടോ, അവിടെ വെച്ച് നമുക്ക് കാണട്ടോ. വാട്സപ്പിൽ രാത്രി മെസ്സേജ് ഇട്ട് കൊടുക്കും. അവൻ കറക്റ്റ് എല്ലാ കല്യാണ വീടും കയറി ഇറങ്ങി പോകും. പാവം പിടിച്ച് ചങ്ങാതി ഒരു പെണ്ണിന് വേണ്ടി ഇതാ മറ്റേ ഒരു അത്യാഗ്രഹം, ഒരു ആക്രാന്തം. ഇത്ര കല്യാണ വീട്ടിലെ കയറി പോവുക ആലോചിക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി. ഓഹോ, 2 കാമുകന്മാർ ഇവിടുന്ന് ഹിജ്റ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു പെണ്ണിനെ മോഹിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടൂല, പെണ്ണിനെ കിട്ടും എന്ന് പറഞ്ഞു. അത് തന്നെയല്ല ഇപ്പോഴും. മുസ്ലിം പെണ്ണ് ഒളിച്ചോടി പോയി കാഫറിനെ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. നിനക്ക് അവനെ കിട്ടും, പക്ഷെ അള്ളാഹയും കിട്ടൂല, റസൂലിനും കിട്ടില്ല. നാളെ പുഴുവരിച്ച് നീ ചത്തുപോകും, പുഴുവരിച്ച് ചത്തുപോകും. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആരും കാണൂല, മയ്യത്ത് സ്കരിക്കാൻ ആരും കാണൂല. നിന്റെ ശരീരത്തിൽ നിന്ന് പുഴു ഇവിടെ വെച്ച് ഇളകും. വല്ലാഹി അള്ളാഹ് കാണിച്ചു തരും. കണ്ടുകൊണ്ട് പല അനുഭവങ്ങളുണ്ട്. ഇവിടെ തന്നെ ചത്ത് അങ്ങനെ വികൃതമായിട്ട് റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ആ മുഖത്തിൻ്റെ ഒരു ചെറിയൊരു അംശം കണ്ട് കുടുംബക്കാരൻ തിരിച്ചറിഞ്ഞ് ആരെ ഏറ്റെടുക്കാൻ? പള്ളിക്കാട്ടിലൊന്നും നിന്റെ മയ്യത്ത് അവിടെ സ്വീകരിക്കുകയില്ല. നീ മുശ്രിക്കത്തായി, നീ കാഫറത്തായി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. പെണ്ണെ, നിനക്ക് മറിയം ബീവി ഒരു ഉദാഹരണമാണ്. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനാ ശർഖിയ്യാ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن മഹാമഹതിയായ മറിയം ബീവിയുടെ ഉദാഹരണം ഇതാ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനാ ശർഖിയ്യാ, കിഴക്ക് ഭാഗത്ത് ആരോരുമില്ലാത്ത ജനരഹിതമായ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു കൂടാരത്തിൽ തനിച്ചു കഴിയുന്ന യുവതിയായ സുന്ദരിയായ മറിയം ബീവി. ആ മറിയം ബീവിയെ ഒന്ന് പരീക്ഷിക്കാൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, നമ്മുടെ ആത്മാവിനെ റൂഹുൽ അമീൻ ജിബ്രീലിനെ നാം അയക്കുകയുണ്ടായി. ഫതമസ്സല ലഹാ ബശറാ സവിയാ, ഒരു യുവകോമളന്റെ രൂപത്തിലാണ്, ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിലാണ്. ആ യുവാവിന്റെ കോലത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന കൂടാരത്തിലേക്ക് ഒരു പെണ്ണിനെ കാണാൻ ഒരു അന്യപുരുഷൻ ഇതാ കടന്നു പോകുന്നു. എടുത്ത പടിയോടെ ആ പെണ്ണ് പറയുകയാണ്, കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാൻ
മിൻക ഇൻ കുന്ത തഖിയാ. മാറിപ്പോകണോ, മാറിപ്പോകണേ, ഞാൻ എൻ്റെ റബ്ബിനോട് കാവൽ തേടുകയാണ്. നീ അല്ലാഹുവിൽ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ എന്നെ തൊട്ടു പോകരുത്, അശ്ലീല ചുവയോടെ എന്നെ നീ സമീപിക്കരുതേ. മാറിപ്പോകണേ എന്ന് മഹദിയായ മറിയം ബീവി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഒരു തൻ്റെ ഉണ്ടോ ചെറുപ്പക്കാരിക്ക് പറയാം? ആരെങ്കിലും തൊടാനോ തടവാനോ ഒക്കെ വരുമ്പോൾ ദേഷ്യപ്പെട്ട് ചെരുപ്പൂരി അടിക്കാൻ തയ്യാറുണ്ടോ? തിരിച്ച് ചോദിക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും ഹായ് മെസ്സേജ് അയക്കുമ്പോൾ നീ ആരുടെ ഹായ് അയക്കാൻ പെട്ടെന്ന് ആ നമ്പർ എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കാൻ ഈ പെണ്ണ് തയ്യാറുണ്ടോ? ഇങ്ങോട്ട് വിളിക്കുന്നു, ഒരാൾ റോങ് നമ്പറാണെന്ന് പറയാതെ ചുമ്മാ ഒക്കെ ഒന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെടുത്തൊക്കെ സോപ്പിട്ടൊക്കെ വരുമ്പോൾ കൂടുതൽ സംസാരിക്കാതെ നീ അതെന്ന് കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കട്ട് ചെയ്തേക്കട്ടെ. എന്തിനാ നീ ആ പരിചയമില്ലാത്ത കട്ടിങ്? കട്ട് ചെയ്യണം, ഒറ്റ കട്ടിങ്. പിന്നെയും വിളിക്കുകയാണെങ്കിൽ ഹലോ റോങ് നമ്പറാണ്, സൂക്ഷിക്കണം, ഈ നമ്പർ സൈബർ സെല്ലിലേക്ക് പോകും, ആവശ്യമില്ലാതെ വിളിക്കരുത്. പിന്നെയും വിളിക്കില്ല. പിന്നെ വിളിച്ച നമ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി, പെണ്ണുങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് ചുമ്മാ വിളിക്കുന്ന ആരാ? എടോ താങ്കളോടല്ലേ പറഞ്ഞത് വിളിക്കല്ലേ എന്ന്, താങ്കളെന്തിനാ വിളിക്കുന്നത്? ഇതെന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? പരിചയമില്ലാത്തവരോട് തന്നെ സംസാരിക്കുന്നത്. ഇതെങ്ങനെ ചോദിച്ച് താങ്കളോട് ചോദിച്ചിരിക്കുമ്പം പിന്നെ താങ്കളിയാവും. അങ്ങനെയാണ് കയ്യാങ്കളിയിലെത്തുന്നത് സംഭവം. അങ്ങനെ തന്നെ സംസാരിക്കും. നമുക്ക് പറ്റില്ലാത്ത വല്ലി പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വിളിക്കുകയോ പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആരെങ്കിലും അന്വേഷിക്കുകയോ ചെയ്താൽ ഗൗരവത്തോടുകൂടി സംസാരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പം ഭാര്യ മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അന്യപുരുഷൻ ആരെങ്കിലും അന്വേഷിച്ച് വരുന്നു, അബൂബക്കർ മുസ്ലിയാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹലോടെ എറണാകുളത്തും കണ്ട ജോലി പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, അവിടെ പോയി തിരക്കുന്ന പറയും. അവൻ പിന്നെ അവിടെ പമ്മി നിൽക്കൂല. ഇതെന്തൊരു സാധനമാണ്, അപ്പം ഇത് എവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇതെവിടെ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞു പോകും. അതല്ല അസ്സലാമു അലൈക്കും അബൂബക്കർ ഉസ്താദുണ്ട്, എവിടെ നിന്ന് വരുക? അയാൾ കാസർഗോഡ് കരിമക്കാട് നിന്ന് വരിക. അയ്യോ ഇല്ല, വാ കയറി ചായ കുടിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ, ചായയും കുടിച്ച് ജ്യൂസും കുടിച്ച് വെള്ളം കുടിച്ച് പെണ്ണിൻ്റെ നമ്പരും മേടിച്ച് അള്ളാഹു വാട്സപ്പ് നമ്പരും മേടിച്ച് എല്ലാം മേടിച്ച് പോയി. നമ്മളിവിടെ നിന്ന് വാത് കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ പെണ്ണും പിള്ളയില്ല, ആരുമില്ല. അള്ളാഹ് അല്ലാസ് ഹിജ്റ പോയി അവർ. കാരണം എന്താ? സോപ്പിട്ട് സംസാരിച്ച്. അപ്പോൾ ആ വാക്കിൽ, പെണ്ണുങ്ങളുടെ ചില വാക്കിൽ ആളുകൾ വീണ് പോകും. അങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് വീണ് പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഒന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് കാല് വെച്ചൊന്ന് തട്ടി നോക്കും, ഉയർത്തടിക്കുന്നോന്ന്. മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ സ്വിച്ച് അമർത്താൻ നോക്കും, പ്ലഗ് കുത്താൻ നോക്കും. തുടക്കത്തിലെ കാലത്ത് പെട്ടും ഇങ്ങനെ ചെറഞ്ഞൊരു നോക്കും. അപ്പോളേ അവൻ ഉള്ള വയറും വലിച്ചുകൊണ്ട് അവനങ്ങ് പോകും. സംഭവം ചെറഞ്ഞൊരു നോട്ടം നോക്കിയാൽ മനസ്സിലായില്ല സംഭവം. അല്ലെങ്കിൽ ചൈനക്കാരന്മാർ ബാക്ക് സൈഡിൽ മറ്റേ മുള്ള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടും, അതിട്ടോട്ട് ഇനി പോകേണ്ട ഒരു കാലഘട്ടം വരും. അപ്പം പിന്നെ അടുത്ത് പോലും വരില്ല. അപ്പോൾ നമ്മളൊന്ന് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കൂലല്ലോ സംഭവം. പക്ഷേ അതല്ലല്ലോ, അതല്ലേ കുഴപ്പം. നമ്മളങ്ങോട്ട് വീണ് കൊടുത്തിട്ടല്ലേ അവരിങ്ങോട്ട് വരുന്നത്. അല്ല, പെണ്ണുങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നോക്ക്, ആരും വീഴുള്ള സംഭവം ഉറപ്പല്ലേ. നമ്മളിന്ന് തയ്യാറാകണം. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട സലീഹ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. പൊട്ടില്ല എന്ന് പറഞ്ഞു, അയ്യോ സോറി, ഞാനേ അള്ളാൻ്റെ ദൂതനാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടെന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നത്. എനിക്കാണോ വലംസനി ബഷർ വലമക്ക് ബഖിയ, ഞാനൊരു മോശക്കാരിയൊന്നുമല്ല, എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടുമില്ല, എനിക്കാണോ? എന്താ ഇത് ഈ പറയുന്നത്? പേടിക്കണ്ട, ദേഷ്യപ്പെടണ്ട, കൂൾ ഡൗൺ. കാല കദാലിക്, ഇത് അള്ളാൻ്റെ തർത്തീബാ, നിങ്ങൾ വിഷമിക്കാതിരി, ഇത് അള്ളാൻ്റെ തർത്തീബാണ്, അള്ളാഹ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പെട്ടെന്ന് പറഞ്ഞ വാക്ക് അത് തന്നെയാണ്. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല സ്വീകരിച്ചില്ല. എന്താ മറിയം ബീവിക്ക് ഒരു ഗുണം കിട്ടാൻ കാരണം? നമ്മുടെ കുട്ടികൾ പഴിച്ചുപോയിരിക്കും. ഒരു ദുആ പറഞ്ഞുതരാം, അതോടുകൂടി പ്രസംഗം നിർത്താൻ, സംഭവം നിർത്താൻ. ഒരുപാടായിപ്പോൾ സമയം. നമ്മുടെ കുട്ടികൾ ജനിക്കുന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്താ? ഒന്ന് ബാങ്കുളിക്കുന്നുണ്ട്, കമത്ത് കൊടുക്കും, തീർന്ന്. അതേ ഉള്ളൂ, ഇല്ലേ? അത്രയല്ലേ ചെയ്യുള്ളൂ സാറേ, അത്രയല്ലേ ഉള്ളൂ. ഉറക്കം വരുന്നോ? തീർന്നു സംഭവം. അല്ല, ഈ പിരിവൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് വാദം പറയണ്ടേ? അതുകൊണ്ട് ഇത്രയും പറഞ്ഞു പോയത് കേട്ടോ. എനിക്ക് നേരത്തെ നിർത്തണം എന്നുള്ള, ഈ പിരിവുള്ള സ്ഥലത്താണ് ഉടായ്പ കാണിക്കുന്നത്. ഞാൻ പിരിവൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് നമ്മൾ പ്രസംഗിക്കാം, കുഴപ്പമില്ല, എനിക്ക് മനസ്സന്തോഷമാണ്. ആളൊന്നും വേണമെന്നൊന്നുമില്ല. എനിക്ക് 15 പേര് മതി. നല്ലൊരു മൈക്കുമാണ് ഇതേപോലെ, മാഷാ അല്ലാഹ്. ആളൊന്നും കണ്ടൊന്നും അബൂബക്കറൊന്നും മയങ്ങി വീടുന്ന സൈസൊന്നുമല്ല. വടക്കോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, അതിലൊന്നും വലിയ കാര്യമില്ല. അവിടെ 1.5 മണിക്കൂറേ പ്രസംഗിക്കുള്ളൂ. ആളുകളൊന്നും കൂടിയത് കൊണ്ടാണ് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും പേര് മതി, മാഷാ അല്ലാഹ്. എത്ര നേരം അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ലേ, അത് തന്നെ ഏറ്റവും വലിയ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോയാലേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊഴിഞ്ഞു പോകുന്നതാണെമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താ, പെട്ടെന്ന് നിർത്താമല്ലോ. എന്തായാലും പോകാതെ വരുന്നതാണ് നമുക്ക് വിഷമം.
അപ്പം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ കുട്ടികളെ എടുത്തിട്ട് വലത് കാതിൽ ബാങ്ക് കൊടുക്കണം, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കണം. കുട്ടികൾ നന്നാവാൻ വേണ്ടി, ന്യൂ ജനറേഷൻ നന്നാവുന്ന കുട്ടികളായി വളരാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? വലത് കാതിൽ സൂറത്ത് ഇഖ്ലാസ് ഓതണേ, സൂറത്ത് ഇഖ്ലാസ് ഓതണേ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇഖ്ലാസ്, ഈ സൂറത്ത് ഇഖ്ലാസ് ഏതാന്നുള്ള എന്നെ പോയിട്ട് നാളെ പോയി സ്കാൻ ചെയ്ത് നോക്കുന്നതാണ് ഈ സൂറത്ത് ഇഖ്ലാസ്. ഇത് എവിടെ കാണാൻ? അതും കൂടെ മൊയിലാർ പറഞ്ഞു തരാതെ പോയല്ലോ. ഇത് അറിയില്ല സമയം, ഇതിനൊക്കെ അർത്ഥവും ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണ്ടേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചെറിയ സൂറത്താണ്, 111, 112, 13, 14, 112ാമത്തെ സൂറത്ത്. അത് ഓതി കൊടുക്കണം. എന്നിട്ട് സൂറത്ത് ആലി ഇമ്രാനിലെ 36ാമത്തെ ആയത്ത് കൂടെ ഓതണം. അതാണ് ഈ മറിയം ബീവിക്ക് മറിയം ബീവിയുടെ ഉമ്മ ഓതി കൊടുത്തത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് മറിയം ബീവി അങ്ങനെ ആയത്. ഇന്നി ഉഈദുഹാ ബിക് വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഇവളെയും ഇവളുടെ സന്താനത്തെയും നീ പിശാചിന്റെ ഷർറിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തണേ അല്ലാ, അവളുടെ സന്താനത്തെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ നാമം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. ആ ആയത്ത് കൂടെ ഓതിക്കൊടുക്കണം വലത് കാതിൽ കുട്ടിയുടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ബാങ്ക് വിളിക്കണം. ഈ ആയത്ത് കൂടി ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇതുകൂടെ ഓതിക്കൊടുത്താൽ ആ കുട്ടി പിഴയ്ക്കുകയില്ല, ഒളിച്ചോടുകയില്ല, വ്യഭിചരിക്കുകയില്ല, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ അതാരും ഓതിയിട്ടില്ല. ഇപ്പൊ ഒളിച്ചോടി പോകുന്ന സാധനത്തിലൊന്നും ആരും ഓതിയിട്ടില്ല. ബാങ്ക് വിളിച്ചിട്ടുള്ള കാര്യം തന്നെ സംശയം, അതും കാണില്ല. ബാങ്ക് വിളിച്ചാൽ ശൈത്താൻ ഓടുമെന്നാണ് സംഭവം. ബാങ്ക് വിളിച്ചാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ശൈത്താൻ ഓടും. ബാങ്ക് വിളിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ പ്രസവിക്കാതെ ലേബർ റൂമിൽ കിടന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഭർത്താവിനോട് പറയണമെന്ന് ബാങ്ക് വിളിക്കാൻ പറയണം. ലേബർ റൂമിൻ്റെ അടുക്ക പോയെന്നോട്ട് തുറന്നു വെച്ചോണ്ടല്ല, അവിടെ അടച്ച് ഗ്ലാസ് റൂമിൽ ഇപ്പുറത്ത് നിന്നോട്ട് ബാങ്ക് വിളിച്ചാൽ മതി. ആ സമയത്ത് കിടക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളും പ്രസവിക്കും. പക്ഷെ ആര് ബാങ്ക് വിളിക്കാൻ? ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന സെക്യൂരിറ്റി ഒന്ന് പോയിക്കൊണ്ടോ, ഇത് പള്ളി തയ്ക്കാവുന്നല്ലോ, യാൾ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് അവനെ അപ്പോഴേ പൊക്കി എടുത്തിട്ടു. ഞാൻ ആശുപത്രി നീ പള്ളിയാക്കാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാറാക്കുക. യാത്ര ചെയ്യുമ്പോൾ ബാങ്ക് വിളിക്കുന്നില്ലേ? ആ ബാങ്കുള്ളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടലൊക്കെ തിരിഞ്ഞു കിടക്കുന്ന പെണ്ണാണ്, തല തിരിഞ്ഞു കിടക്കുന്ന പെണ്ണാണ്. അങ്ങനെ അടങ്ങാറ് വന്ന ഖുർആൻ കൊണ്ട് ചികിത്സയുണ്ട്. ഈദിന് സിറാത്തുൽ മുസ്തഖീം ഓതിക്കോണം. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രസവ വേദന എടുക്കുന്നവൻ്റെ ആവുന്നില്ല സുമ്മ സബീല യസറ സുമ്മ സബീല യസറ സുമ്മ സബീല യസറ, അത് ഓതിക്കൊണ്ടേയിരിക്കണം. റാഹത്തായിരിക്കും എല്ലാം. ഇതെല്ലാം വളരെ എളുപ്പമാണ്. ഖുർആൻ കൊണ്ട് തന്നെ എന്തെല്ലാം ചികിത്സ അബീബേ. ആധുനിക ചികിത്സാ രീതികൾ, ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഷയം വെച്ചാൽ ഈ ഖുർആൻ്റെ ഒക്കെ ചികിത്സകളൊക്കെ ഇങ്ങനെ പറയുന്നത്. എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ട് നമ്മളിത് ചെയ്യാറില്ലല്ലോ, അത് ഓതാറുമില്ലല്ലോ, അതിൻ്റെ മഹത്വം കൊടുക്കാറുമില്ലല്ലോ. അതല്ലേ ഇവ പ്രശ്നമാകും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പം ഇത് ഓതണം നിങ്ങൾ. അങ്ങനെ ഓതിയാൽ എന്താ സംഭവിക്കുക? എന്താ ദുആ ചെയ്തത്? അള്ളാഹു ഇവളെയും മറിയം ബീവിയെയും സമയമായി കാണും നിർത്താൻ, അതുകൊണ്ടായിരിക്കില്ലേ അത് നിർത്താൻ പോവാ തീർന്നു. ഇവളെയും ഇവളുടെ സന്താനത്തെയും, ഇവളെയും ഇവളുടെ സന്താനത്തെ. അതുകൊണ്ട് ആരാ അവളുടെ സന്താനം? ആരാ? മറിയം ബീവിയുടെ സന്താനം ആരാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിഴച്ചോ പിള്ളേരെ? പിഴച്ചോ സഹോദരങ്ങളെ? ഇല്ല, കുട്ടികളുടെ അടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ പോലെ ഇല്ല. അതാണ് അതിൻ്റെ അർത്ഥം. അത് തെളിവല്ലേ നമുക്ക്. ഇനി ഉഈദുഹാ ബിക ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആ ഉഈദുഹ എന്ന വാക്കാണ് മറിയം ബീവി ഇവിടെ ഓതുന്നത്. കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാൻ, റഹ്മാനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻക ഇൻ കുൻത തഖിയ, നിന്നിൽ നിന്ന്. പെട്ടെന്ന് മാറിപ്പോ. ചെറുപ്പക്കാരിയായ പെണ്ണിനും ഖുർആൻ തെളിവ്, ചെറുപ്പക്കാരനായ ആണിനും ഖുർആൻ തെളിവ്. നന്നാവണമെങ്കിൽ നന്നാവാം, മോശമാകണമെങ്കിൽ മോശമാകാം. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നബി തങ്ങൾ ഖുർആൻ പറഞ്ഞ വാക്ക്. ഏയ് ന്യൂ ജനറേഷൻ, ഏയ് ഓൾഡ് ജനറേഷൻ, ഏ അബൂബക്കർ, ഏ കേൾക്കുന്ന ശ്രോതാക്കളെ, ഹഖ് പറഞ്ഞു കൊടുക്കുക. ഫമൻ ശാഅ ഫൽയുമിൻ, ഇഷ്ടമുള്ളവൻ സ്വീകരിക്കും. വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമില്ലാത്തവൻ വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നല്ലവന് നല്ല കൂലി, മോശമായവന് തക്കതായ ശിക്ഷ. അത് നാളെ ആഖിറത്തിലാണ്. അതുവരേക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം.
മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു ശ്രദ്ധ തൻ്റെ മക്കളിൽ ഉണ്ടാകണം. അള്ളാഹു അവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആവശ്യമില്ലാതെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരോടും എന്ത് ചെയ്യണം? നോക്കണം. ഈ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ കിടക്കുന്ന സമയം, കുട്ടികൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഒറ്റയ്ക്കൊരു പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ റൂമിൽ കിടത്തരുത്. അവളെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അവളുടെ മൊബൈൽ രാത്രി വാങ്ങി വെക്കണം. വാപ്പായും ഉമ്മായും വാങ്ങി വെക്കണം. നിങ്ങൾ രണ്ടുപേരും വാപ്പായും ഉമ്മായും കയറി മുറിവിക്കകത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കും, നല്ലതായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൻ്റെ തീർന്നിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബാക്കി പത്രങ്ങളും കൂടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ഈ സമുദായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണ്, അതൊക്കെ ഇനി ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഖുർആൻ നമ്മളത് മനസ്സിലാക്കണം. കുറഞ്ഞതൊരു 100 ആയത്തെങ്കിലും ദിവസം മോദി ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റണം. മരിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ മൊത്തം മോദി തീർക്കണം എല്ലാവരും. ഇൻഷാ അല്ലാഹ് പറ എല്ലാവരും. അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരെ കൊണ്ട് വിളിച്ചിരുത്തി ഉസ്താദന്മാർക്ക് ഒരു 10,000-2,000 രൂപ കൊടു. അവർ കുറച്ച് ഓതിത്തരും. ഉസ്താദന്മാർക്ക് അങ്ങനെയെങ്കിലും ഇച്ചിരി ഗുണം കിട്ടട്ടെ. പാവം പിടിച്ച അങ്ങാതിമാരെ പൈസ ഒന്നുമില്ല അടക്കാണ്. എന്തെങ്കിലും ചില്ലറ കൊടുത്ത് ഓദിപ്പിക്കുക. ആ ഖുർആൻ ഒന്ന് ഓദിത്ത ഉസ്താദ് പറയണം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ മൊത്തം ഓതണം. ഇല്ല എങ്കിൽ ഈ ഖുർആൻ നമുക്കെതിരെ നാളെ സാക്ഷി പറയും. അള്ളാഹ് ഇഷ്ടം പോലെ സമയം അവൻ ഉണ്ടായിട്ടും ഖുർആൻ ഓതിയില്ല. അല്ലാഹ് അബൂബക്കർ അവൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم انزله في المقعد المقرب عندك يوم القيامة. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي بعثته. اللهم ارزقنا في الدنيا زيارته وفي الآخرة الشفاعة وأوردنا حوله المورود. അള്ളാഹുവേ, ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലാക്കണേ അള്ളാഹ്. യാ അള്ളാഹ്, ഞങ്ങൾ പാവികളാണെന്ന് നിനക്കറിയാൻ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൈവശം ഒരമലുമില്ല റബ്ബേ. ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ പടച്ച റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ പടച്ചവനെ. ഞങ്ങളുടെ രഹസ്യങ്ങൾ നീ മറച്ചു വെക്കണേ അള്ളാഹ്. നീ പരസ്യപ്പെടുത്തല്ലേ അള്ളാഹ്. യാ അള്ളാഹ്, ഞങ്ങളെ നീ പിഴപ്പിക്കല്ലേ അള്ളാഹ്. സിന ഫനായിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ഞങ്ങളുടെ യുവാക്കളെ യുവതികളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാൻ. അള്ളാഹുവെ, അരുതാത്തതൊന്നും ചെയ്യാൻ നീ പ്രോത്സാഹിപ്പിക്കല്ലേ പടച്ച റബ്ബേ. അതിനുള്ള വഴികളെ നീ തുറക്കല്ലേ റഹ്മാനെ. അബദ്ധത്തിൽ കുടുങ്ങിപ്പോയവരെ അവമാനിക്കല്ലേ റഹ്മാൻ. അള്ളാഹ്, ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ തൗഫീഖ് താ പടച്ചവൻ. യാ അള്ളാഹ്, ഒരുപാട് പേര് തെറ്റ് ചെയ്തവരുണ്ട്. അള്ളാഹു, നിൻ്റെ മുന്നിൽ ഉയർത്തുന്ന കരങ്ങളും തെറ്റിൻ്റെ കരങ്ങളാണ് റഹ്മാനെ. ഞങ്ങൾ ഇന്നേവരെ ചെയ്ത പാവങ്ങൾ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് മാപ്പ് ചെയ്യണേ റഹ്മാൻ. അള്ളാഹ്, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ റഹ്മാനെ. കൂടുതൽ കാലം നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെട്ട, നീ പൊരുത്തപ്പെട്ട അമലുകൾ ചെയ്ത് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് താ പടച്ചവനെ. കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. നല്ല മണ്ണിൽ മരിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. ഷാഫിയായ അള്ളാഹ്, വാഫിയായ അള്ളാഹ്, ക്യാൻസർ പോലുള്ള രോഗം പടച്ചവനെ, കിഡ്നി സംബന്ധമായ രോഗം, വാൽവിന് തകരാറ്, അതേപോലെ റഹ്മാനെ ബ്രെയിൻ ട്യൂമർ, നട്ടലിന് കുഴപ്പം, മുട്ടുകാലിന് കുഴപ്പം പടച്ചവനെ, ICUയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നവർ, ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വേണ്ടി പ്രതീക്ഷിച്ച് ആശുപത്രിയിൽ കഴിയുന്നവർ, ഷാഫിയായ വാഫിയായ അള്ളാഹ്, നിൻ്റെ കലാമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകണേ പടച്ചവൻ. യാ അല്ലാഹുവേ, മാരകമായ രോഗങ്ങളും ഭീമമായ തുക ചെലവ് വരുന്ന രോഗങ്ങളും നൽകല്ലേ റഹ്മാനെ, നൽകല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, അർബുദം നൽകല്ലേ പടച്ചവനെ, വെള്ളപ്പാണ്ട് നൽകല്ലേ പടച്ചവനെ, ജനങ്ങൾ വെറുക്കുന്ന രോഗം നൽകല്ലേ അള്ളാഹുവേ, ക്യാൻസർ എന്ന മഹാവിപത്ത് ഞങ്ങൾക്ക് നൽകല്ലേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തണേ നാഥാ. ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കളെ സാലിഹ്യങ്ങൾ സാലിഹാത്തുകളുമാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ കൈ കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഹലാലായ വിവാഹം കഴിപ്പിച്ചയക്കാൻ തൗഫീഖ് താ പടച്ച റബ്ബേ. പിഴപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ മക്കളെ തെറ്റുകാരാക്കി മാറ്റല്ലേ റഹ്മാൻ. യാ അല്ലാഹ്, എൻ്റെ കുദറത്ത് കൊണ്ട് നീ അവരെ സഹായിക്കണേ അല്ലാഹ്, സംരക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും ആപത്തുകളെ തൊട്ടും ഞങ്ങളുടെ മക്കളെ നീ സഹായിക്കണേ പടച്ച. ഗർഭിണികളായ സഹോദരിമാർക്ക് ആഫിയത്ത് നീ നൽകണേ പടച്ചവനെ. റാഹത്തായ പ്രസവം നൽകണേ പടച്ചവനെ.
സാലിഹായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവരെ നീ സഹായിക്കണേ അല്ലാഹ്. മസാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ പടച്ചവനെ. ഖായിബാക്കല്ലേ റബ്ബേ. അവരുടെ ദുആ നീ സ്വീകരിക്കണേ പടച്ചവൻ. അവരുടെ കണ്ണുനീര് നീ കാണണേ പടച്ചവൻ. ഒരു വാരിസിനെ നീ അവർക്ക് കൊടുത്ത് സഹായിക്കണേ അല്ലാഹ്. എത്ര ദുആ ചെയ്ത് പടച്ചവനെ നിന്നോട്, എത്ര ദുആ ചെയ്ത് പടച്ചവനെ. യാ അല്ലാഹ്, നീ കേൾക്കുന്നില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല പടച്ചവനെ. അവരെ നീ നിരാശപ്പെടുത്താതെ ആ ദമ്പതികളെ നീ ഒന്ന് സഹായിക്കണേ റഹ്മാൻ. ഞങ്ങളിൽ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ ഖബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ആ ഖബറിൻ്റെ അവസ്ഥ നീ മാത്രം അറിയുന്നവനാണ് പഠിച്ചത്. പാമ്പുകളെ, തേളുകളെ, അഗ്നികുണ്ടാരങ്ങളെ കൊണ്ട് നിറയ്ക്കല്ലേ റഹ്മാനെ. വിശാലത നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ റഹ്മാൻ. യാ അല്ലാഹ്, ഞങ്ങളുടെ ബിസിനസ്സുകാരുടെ കച്ചവടങ്ങളിൽ നിന്ന് ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. അല്ലാഹുവേ, കടുത്ത നിയമങ്ങളെല്ലാം അവരിൽ നിന്ന് നീ ഒഴിവാക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, സന്തോഷവും സമാധാനവും കിട്ടുന്നതിൽ ബർക്കത്തും നീ കൊടുത്ത് ആ കച്ചവടത്തെ അഭിവൃദ്ധിപ്പെടുത്തണേ റഹ്മാനെ. ഒരു നിരാശയും വരാതെ നീ സഹായിക്കണേ അല്ലാഹുവേ. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായ സഹോദരങ്ങളുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുക റഹ്മാനെ. അല്ലാഹുവേ, ഈ പാവപ്പെട്ട കുടുംബക്കാർക്ക് വേണ്ടി സഹായിക്കാൻ, കഷ്ടപ്പെടാൻ വേണ്ടി പോയവരാണ്. നീ അവരെ സഹായിക്കണേ പടച്ചവനെ. കൈവിടല്ലേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. യാത്ര എളുപ്പമാക്കണം റഹ്മാൻ. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകർ, സംഘാടകർ, അല്ലാഹുവേ, ഇതൊരു സാലിഹായ അമലാക്കി നീ മാറ്റണേ പടച്ചവൻ. ഒരാളെങ്കിലും ഹിദായത്ത് ലഭിച്ചു എന്ന സന്തോഷ വാർത്ത കേൾക്കാൻ അവരെ നീ അനുവദിക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ഇതൊരു ചെറിയ സദസ്സായതുകൊണ്ട് അവർക്കൊരു നിരാശയുണ്ടാകാതെ ഈ നാടിനൊരു നന്മയായ ഒരു സംഘടനയായി, നന്മയായ ഒരു പ്രവർത്തനമായി ഇതിനെ നീ കാണണേ പടച്ചവൻ. അല്ലാഹുവേ, എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണേ പടച്ചവൻ. അല്ലാഹുവേ, എല്ലാവരും സഹകരിച്ചുകൊണ്ട് അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാനും നിന്റെ പൊരുത്തത്തിന് വേണ്ടി കേൾക്കാനും പറയാനും ഒരവസരമുള്ള ഒരു മജ്‌ലിസാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹ്, ഇതിനെ സഹായിക്കുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ പടച്ചവൻ. ആഖിറത്തിൻ്റെ കുറവുകളിൽ നിന്ന് സഹായിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. തട്ടിക്കളയല്ല റബ്ബേ, തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്നു. അതെല്ലാം നീ റാഹത്താക്കി ബർക്കത്താക്കി കൊടുത്ത് സഹായിക്കണം. സാമ്പത്തികമായി കഷ്ടപ്പെട്ടുകൊണ്ട് വളരും ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത വിഷമത്തിലും പ്രയാസത്തിലുമാണ്. അതെല്ലാം നീ എളുപ്പമാക്കി സഹിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാഹ്. ദുർമരണം നീ നൽകല്ലേ പടച്ച റബ്ബേ. പാപം ചെയ്യുന്ന അവസ്ഥയിൽ റൂഹിനെ പിടിക്കല്ലേ അല്ലാഹ്, പിടിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, തൗബ ചെയ്യണേ, അതിന് തൗഫീഖ് താ റഹ്മാൻ. തൗബ ചെയ്യാൻ തൗഫീഖ് താ റഹ്മാൻ. യാ അല്ലാഹുവേ, പടച്ചവനെ, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മയ്യത്താക്കി മാറ്റല്ലേ റബ്ബേ. പെട്ടെന്നുള്ള മരണം, സ്ട്രോക്ക്, അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക്, ഞരമ്പ് പൊട്ടുക, നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ യബ്തലാക അല്ലാഹു ബിഹി വഫളലനാ ഖൈറൻ മിമ്മാ ഖലഖ തഫ്ളീല. ഇതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. കാത്തുരക്ഷിക്കണം റഹ്മാനെ, കാത്തുരക്ഷിക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഹഖൂഖുകൾ നിന്നോടും സൃഷ്ടികളോടും ഞങ്ങളുടെ മക്കളോടും കുടുംബത്തോടുള്ള ഹക്കുകൾ നിറവേറ്റി മരിക്കാൻ തൗഫീഖ് താ പടച്ചവൻ. യാ അല്ലാഹു, ഒരുപാട് ഹക്കുകൾ ബാക്കിയാക്കി വെച്ച് പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അല്ലാഹു, ജീവിച്ചിരിക്കുന്നവർ ഞങ്ങളെ ശപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ റഹ്മാനെ. പടച്ചവനെ, നല്ല മരണം താ അല്ലാഹ്. നല്ല മണ്ണിൽ, നല്ല ദിവസത്തിൽ, നല്ല രാവിൽ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് താ പടച്ചവൻ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.